ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ദിനം നിങ്ങളുമായിട്ട് കൂടി വരുവാൻ കർത്താവ് ഒരുക്കിയ മുഖാന്തരങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ദൈവമക്കളെ, നമ്മുടെ സമകാലിക ദിവസങ്ങളിൽ ചില ആത്മഹത്യകളെക്കുറിച്ച് നമുക്ക് അറിഞ്ഞു അല്ലേ? വേദനാജനകമായ ഒരു ആത്മഹത്യ, ദീപക് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ മരണപ്പെട്ടത് നമ്മൾ കഴിഞ്ഞ ദിവസം കാണുകയുണ്ടായി. ആ ആത്മഹത്യ കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളമുള്ള സോഷ്യൽ മീഡിയകളിൽ വലിയൊരു കോളിളക്കം സൃഷ്ടിച്ച ഒരു മരണമായിരുന്നു അത്. ആ മരണത്തിൽ അനുശോചിക്കുന്നു, ദുഃഖിക്കുന്നു, ഖേദം രേഖപ്പെടുത്തുന്നു. അപ്പോൾ തന്നെ ബൈബിളിൽ ആത്മഹത്യയെക്കുറിച്ച് എന്താണ് പറയുന്നത്? ആത്മഹത്യ പരിഹാരമാണോ? ആത്മഹത്യ ജീവിതത്തിൻ്റെ അവസാന വാക്കാണോ എന്നുള്ളത് ഇന്ന് നമുക്ക് പരിശോധിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 27-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തതിനാൽ പാപം ചെയ്തു എന്ന് പറഞ്ഞു. അത് ഞങ്ങൾക്ക് എന്തു, നീ തന്നെ നോക്കിക്കൊള്ളുക എന്ന് അവൻ പറഞ്ഞു. അവൻ ആ വെള്ളിക്കാശ് മന്ദിരത്തിലെറിഞ്ഞ് ചെന്ന് കെട്ടി ഞാന്നു ചത്തു കളഞ്ഞു. കെട്ടി തൂങ്ങി ചത്തു. യൂദയെക്കുറിച്ചാണ് അവിടെ പരാമർശിക്കുന്നത്. യേശു ക്രിസ്തുവിനെ കാണിച്ചു കൊടുത്ത യൂദ അതേ വെള്ളിക്കാശ് അത് തന്നവരുടെ മന്ദിരത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് പോയി കെട്ടി തൂങ്ങി ചത്തു. പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞ ഒരു ശിഷ്യനാണ്. നീ കോഴി കൂകും മുമ്പേ 3 വട്ടം എന്നെ തള്ളിപ്പറയുന്നുള്ള കർത്താവ് പത്രോസിനോട് പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ യൂദയേക്കാൾ ഒരു അല്പം കൂടി ഒരു ഗ്രേഡ് കൂടിയ പാപം ചെയ്തത് പത്രോസാണ്. ആ പത്രോസ് കെട്ടിത്തൂങ്ങി ചത്തില്ല. കർത്താവിൻ്റെ ഒരു നോട്ടം, അയ്യോ ഞാൻ എൻ്റെ ഗുരുവിനെ തള്ളിപ്പറഞ്ഞു എന്നുള്ള ബോധ്യം പത്രോസിന് വന്നപ്പോൾ അവൻ അതിശക്തമായി അതിയായി കരഞ്ഞ് അനുതപിച്ച് ദൈവത്തിലേക്ക് മടങ്ങി വന്നു. നമുക്ക് ജീവൻ നൽകിയതും ജീവൻ എടുക്കുവാനും അധികാരമുള്ളത് സൃഷ്ടിതാവായ യാഹോവ യേശു ക്രിസ്തു ദൈവത്തിനു മാത്രമേ ഉള്ളൂ, മറ്റാർക്കും അവകാശമില്ല. നാം പാപം ചെയ്യുന്നതിൻ്റെ ഒരു ഭാഗമാണ് നാം നമ്മെ തന്നെ കൊല്ലുന്ന കൊലപാതകമാണ് ആത്മഹത്യ. ആത്മഹത്യ ചെയ്യുന്നത് പരിഹാരമല്ല, അത് ദൈവം ആഗ്രഹിക്കുന്ന ഒന്നല്ല. നമ്മളെക്കാൾ കഴിവ് കുറഞ്ഞ, ശക്തിയില്ലാത്ത, അംഗവൈകല്യമുള്ള ഒരുപാട് പേർ നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ ജീവിക്കുന്നു. പക്ഷെ എന്തുകൊണ്ട് ചില നിമിഷങ്ങളിലുള്ള വേദനകൾ സഹിക്കാൻ കഴിയാതെ ചിലർ ആത്മഹത്യ ചെയ്യുന്നു? അങ്ങനെ ആത്മഹത്യ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? സഭാപ്രസംഗി പറയുകയാണ്, ഞാൻ എൻ്റെ മായാകാലത്ത് ഇതൊക്കെയും കണ്ടു. സഭാപ്രസംഗി 7-ന്റെ 15, 16, 17 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു: ഞാൻ എൻ്റെ മായാകാലത്ത് ഇതൊക്കെയും കണ്ടു. തൻ്റെ നീതിയിൽ നശിച്ചു പോകുന്ന നീതിമാന്മാരുണ്ട്, തൻ്റെ ദുഷ്ടതയിൽ ദീർഘായുസ്സായിരിക്കുന്ന ദുഷ്ടനുമുണ്ട്. തൻ്റെ നീതിയിൽ നശിച്ചു പോകുന്ന നീതിമാൻ, എന്തൊരു വിരോധാഭാസമാണെന്ന് നോക്കിയേ. ഒരു നീതി ചെയ്യുന്ന ഒരു നീതിമാൻ, അയാൾ ഒരു കുറ്റവും ചെയ്യാതിരിക്കെ നീതിമാനായിരിക്കുമ്പോൾ തന്നെ അയാൾക്കെതിരെ ഒരു അപവാദം പറഞ്ഞു വരുത്തുമ്പോൾ അയാളുടെ ചെറിയ മനസ്സിന്, കുഞ്ഞുങ്ങളെക്കാൾ ചെറിയ മനസ്സിന് വരുന്ന വേദന അത് ആത്മഹത്യയിലേക്ക് നയിക്കുന്നു. കുറേ വർഷങ്ങൾക്ക് മുൻപ് മലപ്പുറത്ത് ബാങ്ക് ഉദ്യോഗസ്ഥരായ 2 ദമ്പതിമാരുടെ 2 മക്കൾക്ക് പ്രത്യേകമായ ഒരു ഘോരമായ ഒരു രോഗം സ്ഥിരീകരിച്ചു. ആ 2 കുഞ്ഞുങ്ങൾക്കും അത് ഒരുപോലെ സ്ഥിരീകരിച്ചപ്പോൾ അവർ 2 കുഞ്ഞുങ്ങളെയും കൊന്ന് അവർ ആത്മഹത്യ ചെയ്യുകയുണ്ടായി. നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് അത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഒരു രോഗത്തെ നേരിടുവാനുള്ള ശക്തി അവരുടെ മനസ്സുകൾക്കുണ്ടായിരുന്നില്ല. അവർ ആത്മഹത്യ ചെയ്തു. അതാണ് അവിടെ പറയുന്നത്, തൻ്റെ നീതിയിൽ നശിച്ചു പോകുന്ന നീതിമാനുണ്ട്, തൻ്റെ ദുഷ്ടതയിൽ ദീർഘായുസ്സായിരിക്കുന്ന ദുഷ്ടനുമുണ്ട്. ആയിരക്കണക്കിന് 10,000-കണക്കിന് പേരെ കൊന്നു കൊലവിളിച്ച ഈദി അമീൻ എന്ന് പറയുന്ന ഒരു ഭരണാധികാരി ആഫ്രിക്കയിലുണ്ടായിരുന്നു. ആഫ്രിക്കൻ വംശജനാണ്. അയാൾ ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നുണ്ട്. അയാൾ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ കേട്ടത് സൗദി അറേബ്യയിൽ ഒരു
അവിടെ ഇപ്പോൾ അയാൾ താമസമാണ്. 90 വയസ്സൊക്കെ ആയി. ലക്ഷക്കണക്കിന് ആളുകളെ കൂട്ടക്കൊല ചെയ്ത ക്രൂരനായ ഒരു നേതാവ്. അങ്ങനെ എത്ര പേർ. അതിന്റെ 16-ാം വാക്യം ഇങ്ങനെ പറഞ്ഞു, സഭാപ്രസംഗി 7:10, അതിനീതിമാനായിരിക്കുന്നത് ആയിരിക്കരുത്, അതിജ്ഞാനിയായിരിക്കരുത്, നിന്നെ നീ എന്തിന് നശിപ്പിക്കുന്നു. അതിനീതിമാനായിരിക്കരുത് എന്ന് ബൈബിൾ പറയുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. യേശു പറഞ്ഞൊരു കാര്യമുണ്ട്, നിനക്ക് രണ്ടുണ്ടെങ്കിൽ ഇല്ലാത്തവന് കൊടുക്കാം. വേറൊരു സുവർണ ഒരു വചനം ഇങ്ങനെയാണ്, മറ്റുള്ളവർ നിനക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നെല്ലാം നീ അവനക്ക് ചെയ്യണം. അതായത് ഇപ്പോൾ എൻ്റെ സുഹൃത്ത് X or Y ആരും ആകട്ടെ, ഒരാൾ എനിക്കൊരു കാറ് വാങ്ങിത്തരണമെന്ന് ഞാൻ ആഗ്രഹിച്ചാൽ ആദ്യം ഞാൻ അത് വാങ്ങി ആൾക്ക് കൊടുക്കണം. ബൈബിളിലെ പല കൽപ്പനകളും അതിൻ്റെ പൂർണ്ണ അർത്ഥത്തിൽ ഒരു മനുഷ്യനെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നില്ല. ആഫ്രിക്കയിലും മറ്റും വിവിധയിടങ്ങളിൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി അലയുന്ന സാധുക്കളുണ്ട്, ലക്ഷക്കണക്കിന് അതിദരിദ്രരുണ്ട്. ഹെയ്ത്തി പോലുള്ള രാജ്യങ്ങൾ ഇന്നും മണ്ണ് കുഴച്ച് തിന്നുന്ന അവസ്ഥയുണ്ട്. എന്ന് വെച്ച് എനിക്ക് എന്തെങ്കിലും ഒരു സമ്പാദ്യം ഉണ്ടെങ്കിൽ അതെല്ലാം എടുത്ത് എൻ്റെ കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഭാര്യയ്ക്കോ അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങൾക്കോ എൻ്റെ തലമുറകൾക്കോ കരുതി വെക്കാതെ, എൻ്റെ കുടുംബത്തിന് കരുതി വെക്കാതെ ഞാൻ ഇതെല്ലാം കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി കൊടുക്കാൻ പറ്റുമോ? അതിനീതിമാനായിരിക്കരുത്. അങ്ങനെ കഴിയില്ല, മനുഷ്യനെ കൊണ്ട് കഴിയില്ല. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലും ഇല്ല എന്ന് വിശുദ്ധ ബൈബിൾ തന്നെ പറയുന്നു. നിന്നെ നീ എന്തിന് നശിപ്പിക്കുന്നു? അതിദുഷ്ടനായിരിക്കരുത്, മൂഢനായിരിക്കുകയും അരുത്. കണ്ടോ, ഒരു ബാലൻസ് വേണം. അതിനീതിമാനായിരിക്കരുത്, അതിദുഷ്ടനായിരിക്കരുത്, പൊട്ടനെ പോലെയും ആയിരിക്കരുത്. കാലത്തിന് മുമ്പേ നീ എന്തിനു മരിക്കുന്നു? കാലത്തിന് മുൻപേ എന്തിനു മരിക്കുന്നു? നിനക്ക് ചെയ്തെടുക്കുവാൻ ദൈവം തന്നിരിക്കുന്ന ഒരു പ്രവൃത്തി പദം, ഒരു സമയമുണ്ട്. ഒരു ചെറിയ സമയമാണത്, ഏറെയായാൽ 70-80 എന്ന് ബൈബിൾ പറയുന്നു. നീ ഇത് പിടിച്ചുകൊണ്ടാൽ കൊള്ളാം, അതിങ്കൽ നിന്റെ കൈ വലിച്ചു കളയരുത്. ദൈവഭക്തൻ ഇവ എല്ലാറ്റിൽ നിന്നും ഒഴിഞ്ഞു പോരും. സങ്കീർത്തനങ്ങളിൽ ഇങ്ങനെ പറയുന്നു, 34:17, നീതിമാന്മാർ നിലവിളിച്ചു, യഹോവ കേട്ടു, സകല കഷ്ടങ്ങളിൽ നിന്നും അവരെ വിടുവിച്ചു. അതിന്റെ 18-ാം വാക്യം, അത് ഞാൻ ഏറ്റവും കൂടുതൽ പ്രസംഗിക്കുന്ന ഒരു വചനമാണ്. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സു തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. നിങ്ങളുടെ മനസ്സുകൾക്ക് തകർച്ചയുണ്ടോ? എന്നെ കേൾക്കുന്ന ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ ആരെങ്കിലും എന്നെ കേൾക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഹൃദയം നുറുങ്ങിയിരിക്കുകയാണോ? നിങ്ങൾ തകർന്നിരിക്കുകയാണോ? നിങ്ങളെ സൗഖ്യമാക്കുവാൻ, നിങ്ങൾക്ക് ബലം പകരുവാൻ, നിങ്ങളെ സൗഖ്യമാക്കുവാൻ കർത്താവായ യേശു ക്രിസ്തുവിന് കഴിയും. ഇല്ലേ? ഹൃദയം നുറുങ്ങിയവർക്ക് ഒരു ആക്സിഡന്റോ പ്രശ്നമോ പ്രതികൂലമോ ഉണ്ടായി കഴിഞ്ഞാൽ ഡോക്ടർമാർ വന്നും തുന്നിക്കെട്ടും, അവർ നിങ്ങളെ സഹായിക്കും, ശുശ്രൂഷ ചെയ്യും, ആതുര ശുശ്രൂഷകൾ ചെയ്യും. പക്ഷേ മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. എത്ര വ്യക്തമായി പറയുന്നു, മനസ്സ് തകർന്നവരെ രക്ഷിക്കുവാൻ ഒരു മനഃശാസ്ത്രജ്ഞനോ അല്ലെങ്കിൽ ഏതെങ്കിലും മരുന്നുകൾക്ക് കഴിയില്ല. ലോകത്തിലെ ഏറ്റവും അധികം വിൽക്കപ്പെടുന്ന മരുന്ന് മാനസിക രോഗത്തിനാണ്. ലോകത്തിൽ ഇന്ന് വരെ കണ്ടുപിടിക്കപ്പെടാത്ത മരുന്ന് മാനസിക രോഗത്തിനാണ്. അതിന്റെ കാരണം എന്താണെന്നറിയോ? കണ്ണ്, മൂക്ക്, നാക്ക് എന്നിവയുള്ള ഓർഗൻസിന്, നമ്മളെ അവയവങ്ങൾക്ക് എന്തെങ്കിലും കേടുപറ്റിയാൽ കെമിക്കൽ കൊണ്ടുള്ള മരുന്നുകൾ കൊണ്ട് നമുക്ക് സുഖപ്പെടുത്താൻ കഴിയും. പക്ഷെ മനസ്സ് എന്ന് പറയുന്നത് ഇച്ഛ, വികാരം, ചിന്ത എന്നിവയുടെ സിറ്റിംഗ് പ്ലേസ്, ഇരിക്കുന്ന ഇടമാണ്. അത് ദൈവം മനുഷ്യന്റെ ശരീരത്തിൽ അക്ഷയമായി ആക്കി വെച്ചിരിക്കുന്നതാണ്. അതിന്റെ വലുപ്പം അളക്കുവാൻ ഒരു ശാസ്ത്രത്തിനും ശാസ്ത്ര സാങ്കേതിക വിദ്യകൾക്കോ സയൻസിനോ കഴിഞ്ഞിട്ടില്ല. അത് പഠിച്ച് ഭ്രാന്തായവർ പലരും ഊളംപാറയിലും ഇവിടെ കുതിരോട്ടത്തും കിടപ്പുണ്ട്. അതുകൊണ്ടാണ് അളന്നുകൂടാൻ കഴിയാത്ത മനസ്സിന്റെ അകത്ത്, അളക്കാൻ കഴിയാത്ത ആ മനുഷ്യ മനസ്സിന്റെ അകത്ത് അളന്നുകൂടാൻ കഴിയാത്ത ദൈവസ്നേഹം, ദൈവശക്തി ഇറക്കി നിർത്തുമ്പോൾ അവന്റെ ജീവിതത്തിന്റെ താളം തെറ്റുകൾക്ക് ഹല്ലേലൂയ ആശ്വാസമുണ്ടാകും, സന്തോഷമുണ്ടാകും, സമാധാനമുണ്ടാകും. യേശു പറഞ്ഞു, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു, അത് ലോകം തരുന്നത് പോലെയല്ല. കോടിക്കണക്കിന് ആസ്തി ഉണ്ടായിട്ടും വസ്തുവകകൾ ഉണ്ടായിട്ടും ലോകത്തിൽ എന്തെല്ലാം ഉണ്ടായിട്ടും സ്വസ്ഥതയും സമാധാനവും സന്തോഷവും ഇല്ലാതെ ഒരു നേരത്തെ ആശ്വാസത്തിനും സമാധാനത്തിനും വേണ്ടി ഒരു 2.5 മണിക്കൂർ ബോധം കെട്ട് കിടക്കാൻ MDMA പോലുള്ള അതിമാരകമായ സിന്തറ്റിക് മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്നു, മദ്യം ഉപയോഗിക്കുന്നു, സിനിമ വെറിക്കുത്തുകൾ കാണുന്നു, നീലചിത്രങ്ങൾക്ക് പുറകെ ഓടുന്ന ഒരു തലമുറ യുവതി യുവാക്കന്മാർ. ഇങ്ങനെ തകർന്ന് തരിപ്പണമാകുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ദൈവത്തിനെ നിങ്ങളുടെ മനസ്സിന്റെ തകർച്ചകളെ രക്ഷിക്കുവാൻ കഴിയുള്ളൂ.
1 കൊരിന്ത്യർ 6-ാം അധ്യായം 19-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ദൈവത്തിന്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരം എന്നും ദൈവത്തിന്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? അപ്പൊ എൻ്റെ ബോഡി എനിക്കുള്ളതല്ല. ഇതൊരു വാടക കെട്ടിടമാണ്. ഇതിന്റെ ഉടമസ്ഥൻ ദൈവമാണ്. ഈ ശരീരത്തിനുള്ളിൽ ആക്കി വെച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവാണ് അതിന്റെ ഉടമസ്ഥൻ. ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി. ഇതുകൊണ്ട് തൂങ്ങിച്ചാകാനല്ല പറയുന്നത്, ആത്മഹത്യ ചെയ്യാനല്ല പറയുന്നത്. ഈ ശരീരം എന്തെങ്കിലും കുത്തി നോവിക്കാൻ വേദനിപ്പിക്കുവാനല്ല പറയുന്നത്, ചോര ഒഴുക്കി ദൈവത്തെ മഹത്വപ്പെടുത്താനല്ല പറയുന്നത്. ഇതുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക, നന്ദിയുള്ളവരായിരിക്കുക, നന്ദി അർപ്പിക്കുക. യിരെമ്യാവ് 29:11 ഇങ്ങനെ പറയുന്നു, നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു. ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ശുഭഭാവി കർത്താവിനറിയാം. കർത്താവിന് അതിനുവേണ്ടി സമയം നമ്മൾ വിട്ടുകൊടുത്താൽ ദൈവം നമ്മെ ഉയർത്തുവാൻ ഒരു സമയം വെച്ചിട്ടുണ്ട്. അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രയുള്ള നിരൂപണം എന്ന് യഹോവയുടെ അരുളപ്പാട്. പുറപ്പാട് 20:13 10 കൽപ്പനയിൽ പ്രധാനമായി പറയുന്ന ഒരു കാര്യമുണ്ട്, കൊല ചെയ്യരുത്. ഈ ആത്മഹത്യ എന്ന് പറയുന്നത് സ്വയം കൊലപാതകമാണ്. മറ്റൊരാൾ നമ്മെ കൊല്ലുന്നു, നാം നമ്മെ കൊല്ലുന്നതും സെയിമാണ്. കൊല ചെയ്യരുത്. റോമർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട് 8:38, മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റു യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ഉണ്ടോ? ഉയരത്തിനോ ആഴത്തിനോ വേദനയ്ക്കോ പ്രയാസങ്ങൾക്കോ രോഗങ്ങൾക്കോ ഈ ലോകത്തിനോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ നമ്മെ കർത്താവിൽ നിന്ന് വേർപിരിപ്പാൻ കഴിയില്ല. നാം പാപം ചെയ്യുകയാണ്. ഇന്നും ആത്മഹത്യക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുവെങ്കിൽ, നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്, നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്, നിങ്ങൾക്ക് ശക്തി പകരുന്ന ഒരു ദൈവമുണ്ട്. അതാണ് കർത്താവായ യേശുക്രിസ്തു. യെശയ്യാ 41:10 ഇങ്ങനെ പറയുന്നു, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. നിന്നോട് കോപിച്ചിരിക്കുന്ന എല്ലാവരും ലജ്ജിച്ച് അമ്പരന്ന് പോകും, നിന്നോട് വിവാദിക്കുന്നവർ നശിച്ചു പോകും. ദൈവം ശിക്ഷ വിധിക്കുന്നുണ്ട്. കേരളത്തിലെ ഒരു പ്രധാന സിനിമാ ഇൻഡസ്ട്രിയിൽ പ്രവർത്തിച്ചിരുന്ന ഒരാൾ ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തു. അതിൻ്റെ കേസിൽ പ്രമുഖരായ കേരളത്തിലെ പല രാഷ്ട്രീയ നേതാക്കന്മാരെല്ലാം അതിലുണ്ടായിരുന്നു. ജഡ്ജി വരെ ഉണ്ടായിരുന്നു അതിൽ. അതിനെ എല്ലാം വെറുതെ വിട്ടുകൊണ്ട് അവരുടെ പണത്തിൻ്റെ മുകളിൽ ആ പെൺകുട്ടിയുടെ നേർക്ക് ആ പെൺകുട്ടിക്ക് ഒരു നീതിയുള്ള ഒരു വിധി കൽപ്പിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ ദൈവം അതിൽ വിധി പ്രഖ്യാപിച്ചു. അതിൽ ജഡ്ജി തൂങ്ങി മരിച്ചു, വേറെ ആർക്കും തൂങ്ങി മരിച്ചു. ഒരാൾ വീൽ ചെയറിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല, വ്യക്തി അഭിഷേകം ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈ ലോകത്തിന്, റോമർക്ക് എഴുതിയ 12:2 പറയുന്നു, ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടത് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. തനിക്കും സ്വന്തം കുടുംബത്തിനും വേണ്ടി കരുതാതെ വിശ്വാസം വിട്ടുഴന്ന് ബഹുദുഃഖങ്ങൾക്ക് അധീനരായി തീരുന്നവർ ഈ കാലഘട്ടങ്ങളിലുണ്ട്. അങ്ങനെയുള്ളവരെ നമ്മളായി തീരരുത്. ഈ ദീപക് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു. ദൈവമക്കളെ, നിങ്ങളിൽ ആർക്കെങ്കിലും മരണത്തോട് പോരാടുന്ന, ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ അവർക്ക് അയച്ചു കൊടുക്കണം. ഈ ദൈവം ഇല്ല എന്ന് പറയുന്ന മൂഢൻ, അങ്ങനെ കുറച്ച് പൊട്ടന്മാരുണ്ട്. ദൈവമില്ല, ഒരു കിതാബിൽ എഴുതിയതുണ്ടെങ്കിലേ ജീവിക്കാൻ കഴിയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അവർ പരിഹസിക്കുന്നുണ്ട്. ഈ വചനത്തിലെ ഏതെങ്കിലും ഒരു ഭാഗം, ഈ ബൈബിളിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. മനോരമയും മംഗളവും മാതൃഭൂമിയും ഒക്കെ മനുഷ്യൻ വായിക്കും, വലിച്ചെറിയും.
പക്ഷെ ബൈബിൾ മനുഷ്യനെ വായിക്കും, അവനെ തിരുത്തും, അവനോട് സംസാരിക്കും, അവനെ ബലപ്പെടുത്തും, ശക്തീകരിക്കും. ബൈബിളിലെ വചനത്തിന് ജീവനുണ്ട്. നിങ്ങളിൽ ആരെങ്കിലും, നിങ്ങളുടെ സുഹൃത്തുക്കളോ നിങ്ങളുടെ ചുറ്റുവട്ടമായിരിക്കുന്ന ആരെങ്കിലും മരണത്തിൻ്റെ വക്കിൽ നിൽക്കുന്നുവെങ്കിൽ അവർക്ക് ഈ വീഡിയോ നിങ്ങൾ അയച്ചു കൊടുക്കണം. ആത്മഹത്യ പരിഹാരമല്ല. ദൈവശക്തി നിങ്ങളുടെ ഉള്ളിലേക്ക് വരട്ടെ. ആ ദൈവശക്തി നിങ്ങളിൽ ക്രിയ ചെയ്യും. അത് ദൈവം ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനെയുള്ളൊരു ഗതി വരില്ലായിരുന്നു. ഞാൻ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ചുറ്റും ഒരുപാട് സിഗ്നൽസ് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. റേഡിയോ സിഗ്നൽസ്, TV സിഗ്നൽസ്, ഇന്റർനെറ്റ് സിഗ്നൽസ്. എന്നാൽ ഒരു ഡിവൈസ് അതിൻ്റെ ഫ്രീക്വൻസിയിൽ ട്യൂൺ ചെയ്താൽ മാത്രമേ അതിൽ നിന്നുള്ള വാർത്തകളും വീഡിയോസും ഒക്കെ ലഭ്യമാകുകയുള്ളൂ. മനുഷ്യ ജീവിതം സത്യദൈവത്തെ, യേശുവിൻ്റെ സ്നേഹത്തെ അറിയുന്ന തലത്തിലേക്ക് ട്യൂൺ ചെയ്യപ്പെടണം. വളരെ എളുപ്പമാണ് ട്യൂൺ ചെയ്യപ്പെടാൻ. കർത്താവായ യേശുവേ, ഞാനൊരു പാപിയാണ്, ഇന്നു മുതൽ എൻ്റെ ഉള്ളിൽ വാസം ചെയ്യണമേ, അങ്ങയുടെ മകനായി മകളായി ജീവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അകത്തുനിന്ന് ആത്മാർത്ഥമായി പറയുന്നുവെങ്കിൽ ഇന്നു മുതൽ ദൈവം നിങ്ങളോട് സംസാരിച്ചു തുടങ്ങും. ലോകത്തിന് തരാൻ കഴിയാത്ത, മദ്യത്തിന് തരാൻ കഴിയാത്ത, മയക്കുമരുന്ന് തരാൻ കഴിയാത്ത, സിനിമാ വെറിക്കൂത്തുകൾക്ക് തരാൻ കഴിയാത്ത സന്തോഷവും സമാധാനം നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ കഴിയും. ദൈവം ഉണ്ടായിരുന്നെങ്കിൽ എനിക്കിങ്ങനെ സംഭവിക്കുമായിരുന്നോ? ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ തൻ്റെ അമ്മ മരിച്ചുപോയി. ആ കുഞ്ഞ് അനാഥാലയത്തിൽ വളർന്നു. അവൻ പുറത്തിറങ്ങി ഒരു മെച്യൂരിറ്റി പ്രാപിച്ച് 18, 19, 20 വയസ്സായപ്പോൾ അവൻ പറയുകയാണ്, അമ്മ എന്നൊന്നില്ല, അമ്മയുടെ സ്നേഹം എന്നൊന്നില്ല. കാരണം താൻ ജനിച്ച ഉടനെ അമ്മ മരിച്ചുപോയി. തനിക്കൊരു അമ്മയുടെ യഥാർത്ഥ സ്നേഹം അനുഭവിച്ചറിയാൻ കഴിഞ്ഞില്ല. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയരെ, ദൈവത്തെ രുചിച്ചറിയുവീൻ. അമ്മയുടെ സ്നേഹം അനുഭവിച്ചറിഞ്ഞ ഒരാൾക്ക് അമ്മയുടെ സ്നേഹത്തെ തള്ളിപ്പറയാൻ കഴിയില്ല. യേശു ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ രുചിച്ചറിയണം. ടേസ്റ്റ് ആൻഡ് സീ. അത് നമ്മൾ രുചിച്ചറിയേണ്ടതാണ്, അത് അനുഭവിച്ചറിയേണ്ടതാണ്. പാഠപുസ്തകങ്ങളിൽ നിന്നോ ബൈബിളിൽ നിന്നോ ലോകത്തിൽ നിന്നോ മറ്റേതെങ്കിലും മേഖലകളിൽ നിന്നോ നമുക്ക് ലഭിക്കുന്ന അറിവുകൾ പരിമിതമാണ്. എന്നാൽ വ്യക്തിപരമായി അനുഭവിച്ചറിയുവാൻ ഇടയാകട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ യേശുവിൻ്റെ സ്നേഹം. ഏത് പ്രതിസന്ധിയും മറികടക്കുവാൻ യേശുവിൻ്റെ സ്നേഹത്തിന് കഴിയും, ആ ശക്തിക്ക് കഴിയും. മനുഷ്യർ എവറസ്റ്റ് കീഴടക്കുന്നുണ്ട്. മനുഷ്യർ ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ അഭിമാനം കൊള്ളുന്നുണ്ട്. മനുഷ്യർ തൻ്റെ കണ്ടുപിടുത്തങ്ങളുടെ ഏറ്റവും ഉന്നതിയിലാണ് നിൽക്കുന്നത്. പക്ഷേ അവൻ്റെ മനസ്സിൻ്റെ താളം തെറ്റലുകൾ എത്ര 10,000-കണക്കിന് കോടി ആസ്തി ഉണ്ടായാലും, കോഫി കഫേയുടെ ഓണർ എറണാകുളത്തെ കായലിൽ എടുത്തു ചാടി ആത്മഹത്യ ചെയ്തു. എന്തുകൊണ്ട്? പണത്തിന് കുറവുണ്ടായിട്ടാണോ? സുഖ സൗകര്യങ്ങൾക്ക് കുറവുണ്ടായിട്ടാണോ? അപ്പോൾ സമാധാനവും സന്തോഷവും പണം കൊടുത്ത് കിട്ടുന്ന ഒന്നല്ല. അത് നഷ്ടപ്പെടുമ്പോൾ, സമാധാനവും സന്തോഷവും ജീവിതത്തിൽ നഷ്ടപ്പെടുമ്പോൾ അതിൻ്റെ അവസാന വാക്കല്ല ആത്മഹത്യ. ആത്മഹത്യ ചെയ്യുന്നവർ സാത്താൻ്റെ അവകാശമായി പോവുകയാണ്, സ്വയം കൊലപാതകിയാകുകയാണ്, പാപം ചെയ്യുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസാന ലാപ്പിൽ നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ, നിങ്ങളെ സ്നേഹിക്കുന്ന, നിങ്ങൾക്ക് വേണ്ടി കരുതുന്ന, നിങ്ങളോട് സംസാരിക്കുന്ന, നിങ്ങളോട് ഹൃദ്യമായി ഇടപെടുന്ന യേശു കർത്താവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ ഇടയാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി ഓർപ്പിക്കുന്നു, നിങ്ങളിൽ നിങ്ങളുടെ കൂട്ടുകാരോ നിങ്ങളുടെ ചുറ്റുവട്ടങ്ങളിലുള്ള ആരെങ്കിലും ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്നുവെങ്കിൽ, ഹല്ലേലൂയ, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവർക്ക് വേണ്ടി ഈ വീഡിയോ അയച്ചു കൊടുക്കുക. ദൈവം ധാരാളമായി സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. താങ്ക് യു.